മാർക്കറ്റിൽ നമ്മൾ സീഡ്സ് വാങ്ങുമ്പോൾ നോർമൽ സീഡ്സും ഹൈബ്രിഡ് സീഡ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. നോർമൽ സീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയണ പോലെ നമ്മുടെയൊക്കെ തോട്ടത്തിൽ അല്ലെങ്കിൽ മുറ്റത്തുള്ള ചെടികളിൽ സാധാരണ നിലയ്ക്ക് നടക്കുന്ന പരാഗണം, തേനീച്ചകളോ മറ്റുള്ള പ്രാണികളൊക്കെ വഴിക്കോ അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് പോളിനേഷൻ വഴിക്കൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ നടന്നിട്ട് പരാഗണം നടന്നുണ്ടാകുന്ന വിത്തുകളാണ് നോർമൽ സീഡ്സ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ അല്ലെങ്കിൽ നിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ പരാഗണം നടത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാബുകളിലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കണതോ ആയിട്ടുള്ള വിത്തുകളാണ് ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയണത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെടിക്ക് എന്തെങ്കിലും പ്രത്യേക ഗുണങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ വിളവ് കൂടുതലുണ്ടാവാം, വിളവിൻ്റെ വലിപ്പം കൂടുതലുണ്ടാവാം, ചിലപ്പോൾ രോഗപ്രതിരോധ ശക്തി കൂടുതലുള്ളതായിരിക്കാം. അങ്ങനെ ഉള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെടിയെ സെലക്ട് ചെയ്തിട്ട് അതിനെ മദർ പ്ലാന്റ് ആക്കിയിട്ട് വളർത്തിക്കൊണ്ടുവന്ന് അതിൽ നിന്ന് മാത്രം സീഡ്സ് പരാഗണം നടക്കുകയും അതിൽ നിന്ന് വിത്തുൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കാം ഒരു തരത്തിലുള്ള ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നത്. മിളക് ചെടിയെ ഉദാഹരണമായിട്ടെടുത്താൽ ഒരെണ്ണത്തിന് രോഗപ്രതിരോധ ശക്തി ഉണ്ടാവാം, മറ്റൊരു മിളക് ചെടിക്ക് എണ്ണത്തിലായിരിക്കാം കൂടുതലുണ്ടാവുന്നത്, മൂന്നാമത് ഒരെണ്ണം വലുപ്പത്തിലായിരിക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഗുണങ്ങളും എണ്ണവും വലിപ്പവും രോഗപ്രതിരോധ ശക്തിയും 3 ഗുണങ്ങളും ഒരു വിത്തിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ നമുക്കതൊരു നല്ല മിളക് ചെടിയായിട്ട് കിട്ടും. അപ്പോൾ ഈ 3 ഗുണങ്ങളെയും ഏതെങ്കിലും ലാബ് വഴിക്കോ അവയുടെ DNA വ്യത്യാസം വരുത്തിയിട്ടൊക്കെ 3 ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന വിത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതും ഹൈബ്രിഡാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പൺ പോളിനേഷൻ വഴി അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള പരാഗണം വഴി സാധ്യമാവില്ല. അതിന് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലാബുകളിലോ അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങളിൽ കൂടെയൊക്കെയാണ് ആ ഹൈബ്രിഡ് വിത്തുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യണത്. ഹൈബ്രിഡ് ചെടികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിത്തുകൾ ഭൂരിഭാഗവും മദർ പ്ലാന്റിൻ്റെ ഗുണങ്ങൾ കാണിക്കാറില്ല. അതുകൊണ്ടാണ് അത്തരം വിത്തുകൾ മുളയ്ക്കാത്തതും പൂക്കാത്തതും കായ്ക്കാത്തതും.